ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളെയും പെൺകുട്ടികളെയും ഇന്ന് ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു രോഗമാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. ഇതിനെക്കുറിച്ച് തന്നെ ഞാനിതിന് മുൻപ് 2-3 വീഡിയോ ചിത്രങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. കുറച്ച് നാൾക്ക് മുമ്പ് വരെ 5 സ്ത്രീകളിൽ അല്ലെങ്കിൽ 5 പെൺകുട്ടികളിൽ ഒരാൾക്കാണ് ഈ PCOD രോഗസാധ്യത ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് 3 സ്ത്രീകളിൽ അല്ലെങ്കിൽ 3 പെൺകുട്ടികളിൽ ഒരാൾ വീതം PCOD കാണുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ രോഗം വളരെ വേഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് ഒരു 50 പെൺകുട്ടികളുള്ള ഒരു ക്ലാസ് നോക്കിയാൽ അതിനകത്ത് 25 പേർക്കും PCODയുടെ പലവിധ ലക്ഷണങ്ങൾ ഉള്ളവരായിരിക്കും. അത്രത്തോളം കോമൺ ആയിട്ട് ഇന്ന് ഈ പോളിസിസ്റ്റിക് രോഗം വളർന്നിട്ടുണ്ട്. പലപ്പോഴും മാസമുറ താളം തെറ്റുന്നു, ശരിയായിട്ട് മാസമുറ ഉണ്ടാകുന്നില്ല എന്ന ലക്ഷണമായിട്ടാണ് പലപ്പോഴും തുടക്കത്തിൽ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഡോക്ടർമാരെ കാണുന്നത്. ഡോക്ടർമാർ മരുന്ന് കൊടുക്കുന്ന സമയത്ത് അവർക്ക് പീരീഡ്സ് കറക്റ്റായിട്ട് വരികയും മരുന്ന് നിർത്തി 1 മാസം കഴിയുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇത് ചെറുപ്പക്കാരികളിൽ മാത്രമല്ല, മുതിർന്ന സ്ത്രീകളിലും ഈ ഒരു അവസ്ഥ ഇന്ന് കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. സാധാരണ മാസമുറയുടെ പ്രശ്നം മാത്രമല്ല പോളിസിസ്റ്റിക് രോഗം ഉണ്ടാക്കുന്നത്. പലപ്പോഴും വിട്ടുമാറാതെ വരുന്ന മുഖക്കുരു, മുഖത്ത് വരുന്ന കളർ ചേഞ്ച്, ശരീരത്തിന് വരുന്ന കൊഴുപ്പ് ഡെപ്പോസിറ്റ്, അമിതവണ്ണം, കൊളസ്ട്രോളിന്റെ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ പ്രമേഹ രോഗ സാധ്യത, തലമുടി വല്ലാണ്ട് കൊഴിയുന്നു, അതായത് പുരുഷന്മാർക്ക് വരുന്ന പോലെ സ്ത്രീകൾക്ക് വരുന്ന ചെറിയ കഷണ്ടിയുടെ ടെൻഡൻസി, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ PCOD മൂലം സ്ത്രീകൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. PCOD ആയിട്ട് നിങ്ങൾ ഏത് ഡോക്ടറെ കണ്ടിരുന്നാലും ഡോക്ടർമാർ പറയാറുണ്ട് നിങ്ങൾ വ്യായാമം ചെയ്യണം, ഭക്ഷണത്തിൽ നിയന്ത്രണം വേണം. പലപ്പോഴും ഡോക്ടർമാർ നൽകുന്ന മരുന്ന് കഴിക്കുന്ന സമയത്ത് അവർ ഒരുപക്ഷെ ഇതൊക്കെ ശ്രദ്ധിക്കും, പക്ഷെ അത് കഴിയുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, PCOD എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ അതിന് 3 ഘടകങ്ങളുണ്ട്. അതായത് ഒരു സ്റ്റൂളിൻ്റെ 3 കാലുകളും ഒരേപോലെ ഉറച്ചിരുന്നാൽ മാത്രമേ ആ സ്റ്റൂളിൻ്റെ പുറത്ത് ഒരാൾക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെയാണ് PCOD രോഗം നിയന്ത്രിക്കുന്നതിന് 3 ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ് മരുന്നുകൾ. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് വ്യായാമമാണ്. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഡയറ്റാണ്, നമ്മുടെ ഭക്ഷണ നിയന്ത്രണമാണ്. ഈ 3 ഘടകങ്ങളും ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ PCOD രോഗം മാറുകയും വീണ്ടും വരാതെ ഇത് അവരുടെ ആരോഗ്യം നോർമലായിട്ട് പോകത്തുള്ളൂ. പലപ്പോഴും മരുന്നും വ്യായാമവും ചെയ്യുമെങ്കിലും ഭക്ഷണത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്ന് ഇന്നും പല സ്ത്രീകൾക്കും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ PCOD രോഗമുള്ളവരും PCOD രോഗത്തിൻ്റെ സാധ്യതയുള്ളവരും അവരുടെ ഫുഡിൽ, ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റം എന്തെല്ലാമെന്ന് ഞാൻ വിശദീകരിക്കാം. ഈ വീഡിയോയുടെ തലക്കെട്ട് കാണുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ സംശയം തോന്നിയിട്ടുണ്ടാവും, PCOD നിയന്ത്രിക്കുന്നതിന് 6 നേരം കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്ന്. അതെ, സാധാരണ 3 നേരം ഭക്ഷണം കഴിക്കുന്നതിന് പകരം 6 നേരം ഭക്ഷണം എന്ന രീതിയിലേക്ക് ഈ PCOD രോഗമുള്ളവർ മാറിയാൽ മാത്രമേ അവർക്ക് ഈ രോഗസാധ്യതയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ കാരണം ഞാൻ വിശദീകരിക്കാം. PCOD രോഗം ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിൽ വരുന്ന വ്യത്യാസമാണ്. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടെങ്കിലും ആ ഇൻസുലിന് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന സ്റ്റാർച്ചിനെ, കാർബോഹൈഡ്രേറ്റിനെ തിരിച്ചറിയുന്നതിനുള്ള കഴിവ് കുറയുകയും രക്തത്തിൽ ആവശ്യത്തിന് ഷുഗർ അല്ലെങ്കിൽ മധുരം ഉണ്ടെങ്കിൽ പോലും അതിനെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? രക്തത്തിൽ ഇൻസുലിൻ്റെ അളവ് എപ്പോഴും കൂടി നിൽക്കുന്നു. ഉയർന്ന ഇൻസുലിൻ ലെവലിൽ തുടർച്ചയായിട്ട് നിന്ന് കഴിഞ്ഞാൽ സ്ത്രീകളിൽ അവരുടെ സ്ത്രീ ഹോർമോണായിട്ടുള്ള ഈസ്ട്രോജൻ്റെ പ്രൊഡക്ഷൻ ക്രമേണ കുറഞ്ഞു വരികയും പുരുഷ ഹോർമോണായിട്ടുള്ള ആൻഡ്രജൻ ഒരല്പം കൂടുകയും ചെയ്യും. ആൻഡ്രജൻ ഹോർമോൺ കൂടുന്നത് കൊണ്ടാണ് സ്ത്രീകൾക്ക് ഓവറിയിൽ ശരിയായിട്ട് അണ്ഡം വളർച്ച പ്രാപിക്കാത്തതും അവയ്ക്ക് ഇപ്പോൾ ഓവറിക്കകത്ത് ഈ മുത്തുമണികൾ പോലെ അണ്ഡം പറ്റിപ്പിടിച്ച് ഇരിക്കുന്നത്. പുരുഷ ഹോർമോൺ കൂടുന്നത് കൊണ്ട് തന്നെയാണ് അവർക്ക് സൗണ്ടിന് ചെറിയ വ്യത്യാസം, ഒരു അടഞ്ഞ ശബ്ദമായിട്ട് PCODക്കാർക്ക് മാറുന്നതും അവർക്ക് ശരീരത്തിൽ മുഖത്തും മീശയുമെല്ലാം ചെറിയ രോമ വളർച്ച ഉണ്ടാകുന്നതും തലയോട്ടിയിൽ മുടിയുടെ തിക്നെസ് കുറഞ്ഞു വരുന്നതും. അതുകൊണ്ട് തന്നെ ആൻഡ്രജൻ ഹോർമോൺ, അതായത് സ്ത്രീകളിൽ കാണുന്ന പുരുഷ ഹോർമോൺ കുറച്ചുകൊണ്ട് സ്ത്രീ ഹോർമോണിനെ വർദ്ധിപ്പിച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിന്, അതായത് നമ്മുടെ ഇൻസുലിൻ ശരിയായിട്ട് നോർമലായിട്ട് പ്രവർത്തിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു ഭക്ഷണക്രമമാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഒരു ദിവസം 6 നേരമായിട്ട് ഭക്ഷണവും ഡ്രിങ്കുകളും മാറ്റുക. രണ്ടാമത്തത്, നിങ്ങളുടെ ഉറക്കം ക്രമപ്പെടുത്തുക. രാത്രി 10:30 മണിക്ക് ശേഷം കഴിയുന്നത്ര ഉണർന്നിരിക്കാൻ ശ്രമിക്കരുത്. പെൺകുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുശീലം എന്ന് പറയുന്നത്, ഇവർ പഠിക്കുന്നത്, ഇവർ കൂടുതലും ആക്റ്റീവ് ആകുന്നത് രാത്രി സമയത്താണ്. രാത്രി 2 മണി 3 മണി വരെ ഉണർന്നിരുന്ന് പഠിച്ചു എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് പലപ്പോഴും പെൺകുട്ടികളും മാതാപിതാക്കളും പറയുന്നത്. അത് മാറ്റിയിട്ട് രാത്രി ഒരു 10:30 ആകുമ്പോഴെങ്കിലും ഇവർ എല്ലാം മാറ്റിവെച്ച് ഉറങ്ങാനായിട്ട് ശ്രമിക്കണം. രാവിലെ ഒരു 5:30 അല്ലെങ്കിൽ 4 മണിക്ക് ഉണർന്ന് എഴുന്നേറ്റ് നിങ്ങൾ പഠിച്ചോളൂ, അതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്.
രാവിലെ യാതൊരു കാരണവശാലും 7 മണിക്ക് ശേഷം നിങ്ങൾ കിടന്നുറങ്ങരുത്. രാത്രി ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നതും രാവിലെ താമസിച്ച് ഉണരുന്നതും നിങ്ങളുടെ ഇൻസുലിൻ മെറ്റബോളിസത്തിനെ താളം തെറ്റിക്കും. പോളിസിസ്റ്റിക് രോഗമുള്ളവർ 3 തരം ഭക്ഷണം കഴിച്ചിരിക്കണം. ഒന്ന്, നമുക്ക് ഉയർന്ന ഫൈബർ, ഉയർന്ന നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം. രണ്ടാമത്തത് ലീൻ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ റെഡ് മീറ്റ് അല്ലാത്ത പ്രോട്ടീനുകൾ. നമുക്ക് മീന്, അത്യാവശ്യം ചിക്കൻ പോലുള്ളവ, അതേപോലെ പയറ്, കടല, പരിപ്പ്, പനീർ പോലുള്ളവയ്ക്കകത്തുള്ള പ്രോട്ടീന്. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ് ഫുഡുകൾ. ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞാൽ പല ഭക്ഷണങ്ങൾക്കും നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാക്കാൻ, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഇവ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ മാറ്റിക്കൊണ്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള, ഈ ഇൻസുലിൻ ലെവൽ ഉയർന്നു നിൽക്കുന്നത് തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുതരം ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഫലമാണ് നമുക്ക് ഈ PCOD രോഗം, അമിതവണ്ണം പോലുള്ള ഉണ്ടാകുന്നത്. അവ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങളും ആൻറ്റി ഓക്സിഡൻസും കഴിച്ചിരിക്കണം. ഇവ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. മാത്രമല്ല, PCOD രോഗമുള്ളവർ ഒഴിവാക്കേണ്ട 3 തരം ഭക്ഷണങ്ങളുണ്ട്. ഒന്ന്, സൂക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചസാര. രണ്ടാമത്തത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്. അതായത് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാത്തരം മധുര പലഹാരങ്ങൾക്കകത്തും നിങ്ങൾ അതിൻ്റെ കണ്ടന്റ് വായിച്ചു നോക്കിയേ, അതിനകത്ത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഉണ്ട്. ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് നമ്മുടെ ശരീരത്തിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ വർദ്ധിപ്പിക്കും. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഡെക്സ്ട്രോസ് ഷുഗറാണ്. ഡെക്സ്ട്രോസ് ഷുഗർ എന്ന് പറയുന്നത് ഒരിനം പഞ്ചസാരയാണ്. ഏറ്റവും കൂടുതൽ ഡെക്സ്ട്രോസ് ഷുഗർ അടങ്ങിയിട്ടുള്ള ചില ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തേനാണ്, 2 ഈന്തപ്പഴം, ഡേറ്റ്സിൻ്റെ സിറപ്പ് പോലുള്ളവയാണ്. സോ ഇത്തരത്തിൽ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ജ്യൂസുകൾക്കകത്തും തേനിനകത്തും എല്ലാം തന്നെ ഡെക്സ്ട്രോസ് എന്ന് പറയുന്ന ഷുഗർ ഉണ്ട്. പലപ്പോഴും നമ്മൾ മധുരം ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ മധുരത്തിന്, പഞ്ചസാരയ്ക്ക് പകരം തേൻ ഉപയോഗിക്കുന്ന ശീലം മലയാളികൾക്കുണ്ട്. എന്നാൽ PCOD രോഗമുള്ളവർ തേൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തേനിൻ്റെ 30% ഡെക്സ്ട്രോസ് ഷുഗറാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ തേന്, ഈന്തപ്പഴത്തിൻ്റെ സിറപ്പ്, ഡേറ്റ്സിൻ്റെ സിറപ്പ് പോലുള്ളവ നിങ്ങൾ നിർബന്ധമായിട്ടും ഒഴിവാക്കണം. ഇനി ഈ PCOD രോഗമുള്ളവർ ഓരോ സമയവും കഴിക്കേണ്ടത് എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. രാവിലെ ഉണരുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ PCOD ടെൻഡൻസി ഉള്ളവർ കഴിയുന്നത്ര രാവിലെ ഒരു 6:30-7 മണിക്ക് ഉണരുക തന്നെ വേണം. രാവിലെ ഉണർന്ന ഉടനെ ഒരു ബെഡ് കോഫി കഴിക്കുന്ന ശീലം, അതായത് പലപ്പോഴും ഉണരുന്ന ഉടനെ തന്നെ ഒരു ഗ്ലാസ് പാല് അല്ലെങ്കിൽ പാലൊഴിച്ച ചായ, കാപ്പിയൊക്കെ കുടിക്കുന്ന ശീലമാണ് നമ്മൾ മലയാളികൾക്കുള്ളത്. ഇനി ഈ PCOD ടെൻഡൻസി ഉള്ളവർ രാവിലെ ഉണർന്ന ഉടനെ ജസ്റ്റ് ആദ്യം കഴിക്കേണ്ടത് ഒന്നുകിൽ കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ കഴിക്കാം. പാല് ചേർത്ത സാധനങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ ചായയോ കാപ്പിയോ കഴിക്കുമ്പോൾ പഞ്ചസാര, ശർക്കര, കരിപ്പെട്ടി അല്ലെങ്കിൽ തേന് ഇവ ഉപയോഗിക്കുന്ന ശീലം കഴിയുന്നത്ര ഒഴിവാക്കി പോകുക തന്നെ വേണം. കാരണം എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഊർജ്ജം ആഡ് ചെയ്യുന്ന ഒരു രീതിയാണ്. അവ ഒഴിവാക്കുക. ഇനി നിങ്ങൾക്ക് കട്ടൻ ചായയോ കട്ടൻ കാപ്പി ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറുകപ്പട്ടയിട്ട ചായയോ ഇല്ലെങ്കിൽ ഉലുവയിട്ട വെള്ളമോ കുടിക്കാവുന്നതാണ്. ഈ PCOD ടെൻഡൻസി ഉള്ളവർക്ക് രക്തത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വളരെ ഫലപ്രദമായി കുറയ്ക്കാൻ നമുക്ക് കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള 3 ഇനം ഭക്ഷ്യവസ്തുക്കളാണ്. 1 കരിവേപ്പില, 2 ഉലുവ, 3 മുരിങ്ങയില. നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഉലുവ ചതച്ചിട്ട വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ കാരണം അതിനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ടാണ്. എങ്കിലും ഉലുവ അരച്ച് ചേർത്തിട്ടോ കരിവേപ്പില അരച്ച് ചേർത്തിട്ടോ അല്ലെങ്കിൽ മുരിങ്ങയില അരച്ച് ചേർത്തോ ഭക്ഷണങ്ങൾ ഇവർ കഴിക്കുന്നത് നല്ലതാണ്. നമ്മൾ പലപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിനകത്തൊരു ഫ്ലേവറിനായിട്ട് കരിവേപ്പില മുറിച്ചിടാറുണ്ട് ഇല്ലേ? പലപ്പോഴും നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ കരിവേപ്പില എടുത്ത് കളയുകയോ ഇല്ലെങ്കിൽ കരിവേപ്പില നമ്മൾ കഴിച്ചിരുന്നാലും ദഹിക്കാതെ ഇത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കറിവേപ്പില അരച്ചിട്ട് പേസ്റ്റ് ഫോമിലാക്കി ഫുഡിനകത്ത് ചേർത്ത് ഉപയോഗിക്കാൻ പറയുന്നത്. കാരണം കറിവേപ്പിലയ്ക്കകത്തും ഉലുവയ്ക്കകത്തും ഈ മുരിങ്ങയിലയ്ക്കകത്തും 1 ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്, 2 ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി ബ്രേക്ക്ഫാസ്റ്റ്, പ്രഭാത ഭക്ഷണം എന്ത് വേണമെന്ന് ഞാൻ പറയാം. പ്രഭാത ഭക്ഷണത്തിൻ്റെ 40% പ്രോട്ടീനാണ് ഏറ്റവും നല്ലത്. നമുക്ക് വെജിറ്റബിൾ പ്രോട്ടീൻസ് ആയിട്ടുള്ള ചെറുപയർ, കടല, പരിപ്പ് പോലുള്ളവ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇവ ഒന്നുകിൽ പുഴുങ്ങിയിട്ടോ കടുക് വറുത്തിട്ടോ ഒരു ബൗൾ കഴിക്കാം. അതല്ലെങ്കിൽ ഇവ അരച്ച് നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കി കഴിക്കാം. പലപ്പോഴും ഈ ചെറുപയർ ദോശയൊക്കെ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ചെറുപയർ ദോശയോ ഇല്ലെങ്കിൽ കടലമാവ് ഉപയോഗിച്ചിട്ടുള്ള ദോശയോ അല്ലെങ്കിൽ അവ ഉപയോഗിച്ചിട്ടുള്ള മറ്റു വിഭവങ്ങളോ ഇല്ലെങ്കിൽ പരിപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങളോ കഴിക്കാവുന്നതാണ്. ഇതോടൊപ്പം നിങ്ങൾക്ക് പനീർ കൊണ്ടുള്ള ഒരു കറി കഴിക്കാവുന്നതാണ്. അത്യാവശ്യം ഒരു ഇലക്കറി കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് മുട്ടയുടെ വെള്ള കഴിക്കാം. ഞാൻ ഇതിനു മുമ്പും എഗ് വൈറ്റിൻ്റെ പ്രോട്ടീൻ നമുക്ക് കഴിക്കുന്നതിൻ്റെ ഗുണം പറഞ്ഞിരുന്നു. PCOD ടെൻഡൻസി ഉള്ളവർക്ക് ശരീരഭാരം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നതിന് രാവിലത്തെ ഭക്ഷണത്തിന് നിങ്ങൾ അതിനകത്ത് പ്രോട്ടീൻ ഒരു 3-4 മുട്ടയുടെ വെള്ള ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ പയർ ദോശയോ അല്ലെങ്കിൽ പയർ പുഴുങ്ങിയതോ കഴിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീൽ കട്ട് ഓട്സ്, അത് സാധാരണ കിട്ടുന്ന ഓട്സ് അല്ല, കൂടുതൽ
കൂടുതൽ ഗ്രെയിൻസ് ഉള്ള ഓട്സ് ആണ്. ഇവയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്. സ്റ്റീൽ കട്ട് ഓട്സ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഉപ്പുമാവ് ഉണ്ടായി കഴിക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് ഏകദേശം 40% നിങ്ങൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ എടുക്കുന്ന ഓട്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂചി ഗോതമ്പ് റവ എടുക്കാം. അവയുടെ 40% അതിനകത്തേക്ക് വെജിറ്റബിൾസ് ഇടണം. നിങ്ങൾക്ക് ബീൻസ്, അതേപോലെ നമ്മുടെ പച്ചക്കറി മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ ഇനം പച്ചക്കറികളും നിങ്ങൾ അതിനകത്ത് ഉപയോഗിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ റിച്ച് ആയിട്ടുള്ള ഫൈബറായി ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും കിട്ടും. ഇതിൻ്റെ ഒരു ലോ ഗ്ലൈസേമിക് ഇൻഡെക്സ് ഫുഡാണ്. പെട്ടെന്ന് വിശക്കത്തുമില്ല. ഇനി 11 മണിക്കുള്ള ഫുഡ് എന്ത് വേണമെന്ന് വിശദീകരിക്കാം. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള PCOD ഉള്ളവരുടെ ശരീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് വരും. രക്തത്തിൽ ഒരല്പം ആഹാരങ്ങൾ ദഹിച്ച് കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് രക്തത്തിൽ ഒരു അല്പം കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ശരീരത്തിൽ വിശപ്പിന്റെ ഒരു ടെൻഡൻസി വരാം. ആ സമയത്ത് നിങ്ങൾ കൂടുതൽ ഫുഡ് ആണ് കഴിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വണ്ണം വയ്ക്കാനും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടാനും കാരണമാകും. അതുകൊണ്ട് തന്നെ ചെറിയ ഇടവേളകൾ, ഞാൻ 3 നേരം ആഹാരത്തിന് പകരം 6 നേരം കഴിക്കണം എന്ന് പറയാൻ കാരണം ചുരുങ്ങിയ ഇടവേളകൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു 11 മണിയാകുന്ന സമയത്ത് നിങ്ങളൊരു ചെറിയ ഭക്ഷണം, ലഘു ഭക്ഷണം എന്ന രീതിക്ക് നിങ്ങൾക്ക് കപ്പലണ്ടി, ഒരു പിടി കപ്പലണ്ടി കഴിക്കാം, അല്ലെങ്കിൽ ബദാം അല്ലെങ്കിൽ വാൽനട്ട് കഴിക്കാവുന്നതാണ്. മോര് കഴിക്കാം, അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കുടിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെറും വെള്ളം കുടിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഉലുവ വെള്ളമോ കറുകപ്പട്ടയിട്ട് വെള്ളമോ എല്ലാം നിങ്ങൾക്ക് ഒരു 11 മണിയാകുമ്പോൾ കഴിക്കാവുന്നതാണ്. ഇനി ഉച്ചഭക്ഷണം എന്ത് വേണമെന്ന് വിശദീകരിക്കാം. സാധാരണ PCOD രോഗമുള്ളവരും അമിതവണ്ണമുള്ളവരും അരി പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന ഒരു ശീലമുണ്ട്. എന്നാൽ അരി ആഹാരം നിങ്ങളൊരു ചെറിയ അളവിലെങ്കിലും ഫുഡിൽ ഉൾപ്പെടുത്തി പോകണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് B കോംപ്ലക്സ് വൈറ്റമിനുകൾ കിട്ടുന്നതിന്, തയാമിൻ കിട്ടുന്നതെല്ലാം കൂടുതലും നമ്മൾ അരി ആഹാരത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല നമ്മുടെ തലച്ചോറിനത് ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ അളവിലെങ്കിലും അരിയിലെ കാർബോഹൈഡ്രേറ്റ്, സ്റ്റാർച്ചിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം നമ്മൾ ചെറുപ്പം മുതൽ അരിയാഹാരം കഴിച്ച് ശീലിച്ചു പോയത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഒരു ചെറിയ അളവിൽ അരി ആഹാരം ഉൾപ്പെടുത്തുക. ഏത് അരിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾ വെള്ള അരി ഉപയോഗിക്കുന്നതിന് പകരം റെഡ് റൈസ്, കുത്തരി ഉപയോഗിച്ചിട്ട് ഭക്ഷണങ്ങൾ കഴിക്കുക. നിങ്ങൾ ഒരു കറി എടുക്കുന്നതിൻ്റെ എത്ര അളവാണോ അത്രയും മാത്രം നിങ്ങൾ അരിയാഹാരം ഉൾപ്പെടുത്താൻ നോക്കുക. റെഡ് റൈസ് എന്ന് പറഞ്ഞാൽ തവിടുള്ള അരിയാണ്, നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടും. റെഡ് റൈസ് ഒരു ചെറിയ പിടി, നമ്മുടെ കൈപ്പത്തിയിൽ എത്ര കൊള്ളും അത്രയും മാത്രം അളവ് കഴിക്കാൻ നോക്കുക. ഇത് കഴിച്ചതുകൊണ്ട് നിങ്ങൾക്ക് പലപ്പോഴും ഡയറ്റിംഗ് ചെയ്യുന്ന സമയത്ത് പലർക്കും മുടി പൊഴിച്ച് പോലുള്ള പ്രശ്നങ്ങൾ കോമൺ ആണ് സ്ത്രീകളിൽ. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും കൂടാണ് നമ്മൾ ഉച്ചയ്ക്ക് ഒരു പിടി അരിയാഹാരം കഴിക്കുന്നത്. ഇതോടൊപ്പമുള്ള കറികളാണ് പ്രധാനം. അവിയൽ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം. അവിയലിനകത്ത് നിങ്ങൾ കൂടുതൽ എണ്ണയോ കൂടുതൽ ഉപ്പോ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നിങ്ങൾക്ക് അത്യാവശ്യം കിട്ടുന്ന എല്ലാത്തരം പച്ചക്കറികളും ഉപയോഗിച്ച് അവിയൽ ഉണ്ടാക്കാം. നിങ്ങൾക്ക് അമിതമായിട്ട് ഗ്യാസ് ശല്യമോ കീഴ്വായു ശല്യമോ ഉള്ളവരാണെങ്കിൽ അവിയലിനകത്ത് കായയുടെ ഉപയോഗം, നമ്മുടെ പച്ചക്കായില്ലേ, ഏത്തക്കായ, അവയുടെ ഉപയോഗം പരമാവധി നിങ്ങൾ അവിയലിനകത്ത് കുറയ്ക്കാൻ നോക്കുക. ബാക്കി പച്ചക്കറികൾ ഉപയോഗിക്കാം. അവിയൽ അല്ലെങ്കിൽ സാമ്പാർ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഫുഡിൻ്റെ ഒപ്പം ഉപയോഗിക്കാം. സാമ്പാറിനകത്ത് സാമ്പാർ പരിപ്പ് നല്ലൊരു പ്രോട്ടീനാണ്. മാത്രമല്ല നിങ്ങൾ ഒരു ഇലക്കറി നിർബന്ധമായിട്ട് ഉപയോഗിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുരിങ്ങയില ഉപയോഗിച്ചിട്ടുള്ള ഫുഡ് നമുക്ക് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഇനം പച്ചക്കറികളും ഇലക്കറികളും നിങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കുക. ഒരു തോരൻ കഴിക്കുക. ബീൻസ് പോലുള്ള എന്തെങ്കിലും ഒരു പാവയ്ക്കയോ കോവയ്ക്കയോ പോലുള്ളവ നിങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കുക. മോര് നിർബന്ധമായിട്ടും ഉച്ചയ്ക്ക് ഉൾപ്പെടുത്തുക. ഇത് ഒരു മികച്ച പ്രോബയോട്ടിക്കാണ്. ഫുഡ് ശരിയായിട്ട് ദഹിക്കുന്നതിനും ക്ഷീണം മാറ്റുന്നതിനും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിക്കും പ്രോബയോട്ടിക്സ് സഹായിക്കും. മാത്രമല്ല ഈ PCOD രോഗമുള്ളവർ കിഴങ്ങ് വർഗ്ഗത്തിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. കിഴങ്ങ് വർഗ്ഗം എന്ന് പറഞ്ഞാൽ ചേമ്പ്, ചേന, കാച്ചിൽ, മധുരക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്, കൂർക്കക്കിഴങ്ങ്, മരിച്ചീനി, ക്യാരറ്റ്, ബീട്രൂട്ട് പോലുള്ളവ നിങ്ങൾ കഴിയുന്നത്ര ഉപയോഗം കുറയ്ക്കുക. നിങ്ങൾക്ക് മധുരക്കിഴങ്ങ് മാത്രം, ഈ കിഴങ്ങ് വർഗ്ഗത്തിൽ മധുരക്കിഴങ്ങ് മാത്രം അത്യാവശ്യത്തിന് കഴിക്കുക. ഇപ്പോൾ ഒരു നേരത്തെ ഫുഡായിട്ട് വേണമെങ്കിൽ മധുരക്കിഴങ്ങ് ഉപയോഗിക്കാം. അല്ലാതെ മറ്റു കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഒപ്പം, അതായത് ഇപ്പോൾ ഇഡ്ഡലി കഴിക്കുമ്പോഴോ ദോശ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ചോറ് കഴിക്കുമ്പോഴോ അതോടൊപ്പം മധുരക്കിഴങ്ങ് ഉപയോഗിക്കരുത്. കാരണം കിഴങ്ങ് വർഗ്ഗങ്ങളിൽ മധുരക്കിഴങ്ങിന് ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ അല്പം കുറവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യത്തിന് മധുരക്കിഴങ്ങ് മാത്രം ഉപയോഗിക്കാം. ഇനി 4 മണിക്കുള്ള ഭക്ഷണമാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കട്ടൻ ചായ, കട്ടൻ കാപ്പി, ഗ്രീൻ ടീ പോലുള്ളവ 4 മണിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മോരും വെള്ളം ഉപയോഗിക്കാവുന്നതാണ്.
ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നട്ട്സ്, നിങ്ങൾക്ക് ഹെൽത്തി ഒരു ചെറിയ പിടി നട്ട്സ് നിങ്ങൾക്ക് 4 മണിക്കുള്ള ഫുഡിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇവയ്ക്കകത്തൊന്നും നിങ്ങൾ അമിതമായിട്ട് പഞ്ചസാരയുടെ ഉപയോഗം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. പഞ്ചസാര, തേന്, അമിതമായിട്ട് ഉപ്പ്, ഇപ്പം നമ്മൾ നാരങ്ങ വെള്ളമാണ് കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉപ്പ് ചേർത്ത് കുടിക്കുന്ന ശീലവും പരമാവധി കുറയ്ക്കുക. ഒരു ചെറിയ അളവിൽ വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കഴിക്കാവുന്നതാണ്. സോ ഈ ഒരു രീതിക്ക് 4 മണിക്കുള്ള ഫുഡ് കഴിക്കുക. ഇനി രാത്രിത്തെ ഭക്ഷണം ഒരു 6:30-7 മണിയാകുമ്പോൾ അവസാനിപ്പിക്കുക. രാത്രി ഏറ്റവും ഹെൽത്തി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഫ്രൂട്ട്സ് തന്നെയാണ്. ഫ്രൂട്ട്സിനകത്ത് ഒരു ഹൈ ഗ്ലൈസേമിക് വാല്യൂ ഉള്ള ഫ്രൂട്ട്സ്, മാമ്പഴം, ചക്കപ്പഴം പോലുള്ളവ നിങ്ങൾ ഒഴിവാക്കുക. ബാക്കിയുള്ള നമ്മുടെ നാട്ടിൽ കിട്ടുന്ന, നമ്മുടെ വീടിന് പരിസരത്ത് കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ നിങ്ങൾക്ക് വൈകുന്നേരം ഒരു 7 മണിക്കുള്ള ഫുഡായിട്ട് കഴിക്കാവുന്നതാണ്. ഇനി പഴം മാത്രം കഴിച്ചാൽ നിങ്ങൾക്ക് വിശപ്പ് മാറില്ല എന്നാണെന്നെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് കുറച്ച് എഗ് വൈറ്റോ ഇല്ലെങ്കിൽ മത്സ്യമോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. നിർബന്ധമായിട്ടും ഒരു ദിവസം 45 മിനിറ്റ് നിങ്ങൾ വ്യായാമം ചെയ്തിരിക്കണം. അത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ, നിങ്ങൾക്ക് PCOD രോഗമുള്ളവർക്ക് ചെയ്യാവുന്ന വ്യായാമങ്ങളെക്കുറിച്ച് ഞാൻ ഇതിനു മുൻപും എൻ്റെ പല വീഡിയോ ചിത്രങ്ങളിലും വിശദീകരിച്ചിട്ടുള്ളതാണ്. അവ നിങ്ങൾക്ക് നോക്കാം. ഇല്ലെങ്കിൽ അടുത്തുള്ള ഒരു ഹെൽത്ത് ക്ലബ്ബിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വ്യായാമം ചെയ്യുക. ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നടക്കാൻ നോക്കുക. നടക്കുന്നത് മാത്രം പോരാ, ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള വ്യായാമം കൂടി നിങ്ങൾ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ഈ ഒരു രീതിക്കുള്ള ഒരു ഡയറ്റ് വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞിട്ട് കഴിയുന്നത്ര നിങ്ങളൊന്നും കഴിക്കേണ്ട കാര്യമില്ല. രാത്രി കഴിയുന്നത്ര ഒരു 10:30-ക്കെങ്കിലും നിങ്ങൾ രാത്രി കിടന്ന് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വൈകുന്നേരം ഒരു 7 മണിക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം രാത്രി ഉറങ്ങാൻ വല്ലാണ്ട് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് വിശപ്പ് വരാനും നിങ്ങൾക്ക് വീണ്ടും എന്തെങ്കിലും എടുത്ത് കഴിക്കാനുമുള്ള ഒരു ടെൻഡൻസി വരും. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കണം എന്നുള്ള തോന്നലുണ്ടാക്കുന്ന പ്രധാനമായിട്ട് ഒന്ന് വിശപ്പാണ്, രണ്ടാമത്തത് ക്രേവിംഗ് ആണ്. വിശപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ഫുഡ് വേണം എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്ന ഒരു ഘടകമാണ്, ഒരു തോന്നലാണ്. നിങ്ങൾ അല്പം എന്തെങ്കിലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആ വിശപ്പ് നമുക്ക് മാറ്റി മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നാൽ ക്രേവിംഗ്, ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫുഡ് കഴിക്കണം എന്ന അദമ്യമായ ആഗ്രഹമാണ് ക്രേവിംഗ്. PCOD രോഗമുള്ളവർ, അമിതവണ്ണമുള്ളവർ ഈ ക്രേവിംഗ്, ടെംപ്റ്റേഷനെ നിയന്ത്രിക്കാൻ പഠിക്കുക തന്നെ വേണം. വിശപ്പിന് അത്യാവശ്യം ഫുഡ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നിങ്ങൾ ഭക്ഷണത്തിൽ മാറ്റവും വരുത്തി ശരിയായിട്ടുള്ള വ്യായാമവും ചെയ്ത് അതോടൊപ്പം ഡോക്ടർ പറയുന്ന മരുന്നുകളും കൂടി എടുക്കുന്നുണ്ടെങ്കിൽ 100% നമുക്ക് ഈ PCOD രോഗത്തിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ഒരിക്കലും ഈ ഭക്ഷണത്തിൻ്റെ നിയന്ത്രണമില്ലാതെ മരുന്നുകൾ മാത്രം കൊണ്ട് PCOD കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യവും ഉറപ്പാണ്. ഞാൻ ഈ വിശദീകരിച്ച ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ പെൺകുട്ടികളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് ഈ PCOD രോഗമുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവർക്ക് ഡെഫിനറ്റ്ലി ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഉപകാരപ്പെടും. എല്ലാ അമ്മമാരും ഈ ഭക്ഷണക്രമം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ചെറുപ്പത്തിലുള്ള ചെറിയ പെൺകുട്ടികൾ പോലും വളർന്നു വരുമ്പോൾ അവർക്ക് ഞാൻ കൊടുക്കരുതെന്ന് പറഞ്ഞ് ഈ പറഞ്ഞ ഫുഡുകൾ ഒഴിവാക്കി പോകുന്നത് അവർക്ക് PCOD പോലുള്ള രോഗം പിടിപെടുന്നതിനെ നമുക്ക് തടയാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.